സ്റ്റൗവും സംവിധാനങ്ങളും ആയതുകൊണ്ട് അമ്മമാർക്കിപ്പോൾ ഊത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് അമ്മമാർ മറ്റ് പലരെയും ഊതിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ. ഏതാണെങ്കിലും ശരി, ഈ കുഴലെടുത്ത് അമ്മമാർ, എൻ്റെ അമ്മയൊക്കെ കുഴലെടുത്ത് അടുപ്പിൽ ഊതുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ കുഴലെടുത്ത് ഊതുന്നത് എന്തിനാ? ഊത്തിനൊരു ശക്തി കിട്ടാൻ, അല്ലേ? അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, കേന്ദ്രീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ കുഴലെടുത്ത് ഊത്. ദൈവം ജോഷുവയോട് പറഞ്ഞു, നീ കുഴലെടുത്ത് ഊതിക്കൊണ്ട് 7 ദിവസം കോട്ടയ്ക്ക് ചുറ്റും നടക്ക്. 7-ാം ദിവസം 7-ാം വട്ടം ഊതുമ്പോൾ കോട്ട വീഴും. ജനത്തോട് ജോഷുവ ഇത് പറഞ്ഞപ്പോൾ ജനമെല്ലാം ചിരിച്ചു. യോശുവയുടെ തലയ്ക്ക് കാറ്റാ, കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇതുവരെ ഈ മനുഷ്യന്. പക്ഷേ ഇപ്പം എന്തോ പന്തികേട് പറ്റി, മലയിൽ പോയേച്ചിട്ട് വന്നപ്പം തൊട്ട് എന്തോ ഒരു ഏനക്കേട് പറ്റിയിട്ടുണ്ട്. അല്ലേ, ഇത്രയും വലിയ കോട്ട മറിക്കാൻ കുഴലെടുത്ത് ഊതാൻ പറയുന്നത് വിവരക്കേടല്ലേ? അവരാരും അനുസരിച്ചില്ല. എന്നാൽ കുറേ ഭക്തർ സ്ത്രീകളുണ്ടായിരുന്നു. വിചാരിച്ചന് എന്ത് പറഞ്ഞാലും ശരിയാണെന്ന് വിചാരിച്ച് അനുസരിക്കുന്ന കുറേ നന്മ നിറഞ്ഞ മനുഷ്യരെല്ലാ ഇടവുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കത്തോലിക്കാ സഭ മുമ്പോട്ട് പോകുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ നല്ല മനുഷ്യർ കുറച്ച് പേര് ജോഷുവയുടെ പുറകെ, ഏതൊക്കെയാണേലും ജോഷുവ പോകുമല്ലേ, പുറകെ ഞങ്ങൾ ഊതിയേക്കാന്ന് പറഞ്ഞ് പോയി. മുമ്പിൽ ഊതിക്കൊണ്ട് നടന്നവരെ ഊതാൻ വേണ്ടി കുറേ അവന്മാരും മിച്ചം നിന്നവർ പുറകെ വിട്ടുപോയി എന്നതാ സത്യം. 7-ാം ദിവസം 7-ാം വട്ടം ഊതിയപ്പോൾ ജെറീക്കോയുടെ കോട്ട തകർന്നടിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളോട് ചെറിയ കാര്യങ്ങളെ ആവശ്യപ്പെടുന്നുള്ളൂ. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, മറിച്ച് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാനും നിങ്ങളും പുലർത്തുന്ന വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസ്തതയാണ് ദൈവം അന്വേഷിക്കുക. ഈ വിശ്വസ്തതയുടെ മനസ്സിലാകുന്ന പേരാണ് എന്ത്? അനുസരണം എന്ന് പറയും. മനസ്സിലായോ? ഈ വിശ്വസ്തത എന്ന വാക്കിന് സാമാന്യ ഭാഷയിൽ പറയുന്ന പേരാണ് എന്ത്? അനുസരണം. ദൈവം അവനോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിട്. മോശയോട് ദൈവം പറഞ്ഞു, വെള്ളമില്ലേ? മോശ പാറയെ ചാരി നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ വെള്ളമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ ആ കയ്യിലിരിക്കുന്ന വടി വെച്ച് ആ പാറയ്ക്കിട്ടൊരു മുട്ട് കൊടുക്കടാം. പാറയിൽ മുട്ടിയാ വെള്ളമോ? അതേസമയം നീ ആളുകളെ കൂട്ടി ഇന്ന സ്ഥലത്ത് ഒരു 25 മീറ്റർ ആഴത്തിൽ ഒരു കുഴി കുഴിക്കാൻ പറഞ്ഞാൽ മോശയ്ക്ക് ഒരു സംശയവും ഇല്ല, അവിടെ വെള്ളം കിട്ടുമെന്ന് മോശയ്ക്ക് അറിയാം. പക്ഷേ ദൈവം പറഞ്ഞ് നീ ആ വടിയെടുത്ത് ആ പാറയിൽ ഒരു മുട്ട് കൊടുക്കാൻ പറഞ്ഞു. മുട്ടിയാ വെള്ളം വരുമോ? ദൈവം പറഞ്ഞല്ലേ. മോശ മുട്ടി നോക്കി, നീർച്ചാല് കുതിച്ചു ചാടി, ദൈവജനം കുടിച്ച് സംതൃപ്തമായി എന്ന് വചനം പറയുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, വൻകാര്യങ്ങളെല്ലാം ദൈവം തന്നെ നമുക്കായി ചെയ്യുന്നു. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ്? ചെറിയ കാര്യങ്ങൾ. അവർ ഗോഡ് ഈസ് ദ ലോർഡ് ഓഫ് സ്മോൾ തിങ്സ്. അങ്ങനെ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് പറഞ്ഞ് കഥ എഴുതി ബുക്കർ പ്രൈസ് മേടിച്ച അരുന്ധതി റായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് പറയുന്നത് മറ്റ് ചില അർത്ഥത്തിലായിരിക്കാം. പക്ഷെ എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്, ബൈബിളിലെ ദൈവവും എപ്പോഴും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ദൈവമാണ്. വൻ കാര്യങ്ങൾ ദൈവം നമ്മളോട് ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാറേ. നീ ചെറിയ കാര്യം, ആ വലയെടുത്ത് ആ വലതുവശത്തൊന്നിട്ട് എൻ്റെ പിന്നാലെ ഒന്ന് വന്നേ, ഇല്ലേ? മിശിഹാ തമ്പുരാൻ്റെ ചോദ്യങ്ങളും പറച്ചിലുകളും എല്ലാം ആരെയും ഭാരപ്പെടുത്താത്ത ശാന്തമായ നിർദ്ദേശങ്ങളാൽ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ആത്യന്തികമായി ഈ ശാന്തതയുടെ ജീവിതം തന്നെയല്ലേ? ബെത്ലഹേത്ത് അവൻ ജനിച്ചപ്പോഴും മാലാഖ പാടി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു നിന്നപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഈശോ മിശിഹായുടെ ജനനം മുതൽ അവസാനം ഉത്ഥാനം വരെയും ദൈവം ലോകത്തിന് പ്രദാനം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ഏതാണ്? സമാധാനം. അതുകൊണ്ട് എവിടെ സമാധാനമുണ്ടോ അവിടെ ദൈവമുണ്ട്, അവിടെ ഉത്ഥിതൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിക്കുന്ന ദൈവം തമ്പുരാൻ അത് ശരിയാക്കാനായി നമ്മളോട് വൻകാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല,
മഹാത്യാഗങ്ങളല്ല അവിടുന്ന് ആവശ്യപ്പെടുക. ചെറിയ കാര്യങ്ങൾ, വിശ്വസ്തത, അനുസരണം, അതാണ് പരമപ്രധാനമായ കാര്യം. രക്ഷയുടെ വഴിയെ നീ നടക്കണം, അതാണ് ദൈവം ആവശ്യപ്പെടുന്ന വഴി. അതിലെ നടക്കാൻ ഞാൻ തീരുമാനിച്ചാൽ മതി. നടക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളാരും നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് രക്ഷയുടെ വഴി മുന്നേറുന്നില്ല. മറിച്ച് രക്ഷയുടെ വഴിയെ മുന്നേറാനുള്ള തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ബാക്കി എൻ്റെ ജീവിതത്തിൽ ആര് പ്രവർത്തിക്കും? ദൈവമായ കർത്താവ് പ്രവർത്തിക്കും. ഉത്ഥിതനായ മിശിഹ ശിഷ്യന്മാരെയും നോക്കി മീൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസ് വള്ളം നിറഞ്ഞ വലയും ഇട്ടേച്ചിട്ട് ഓടി എത്തുക. പത്രോസ് ഈ വരുന്ന വഴിക്ക് പത്രോസിനൊരു തോന്നലുണ്ട്. എന്തിനാ പത്രോസ് വള്ളത്തെ നെടുത്തിയാടി ഗുരുവാണ് എന്നറിഞ്ഞപ്പോൾ ഓടി വന്നത്? ഇതിനു മുമ്പ് പത്രോസ് ഒരു തരവഴിത്തരം കാണിച്ചായിരുന്നു. എന്താ കാണിച്ചത്? ഈ ചേട്ടത്തിമാരിങ്ങനെ വെറുതെ ആകാംക്ഷയ്ക്ക് വേണ്ടി ഓരോ ചോദ്യം ചോദിക്കും, അല്ലേ? ആ ചോദ്യം കേട്ടേച്ചിട്ടാണ് പത്രോസ് ഞാൻ അവനെ അറിയേല എന്നൊക്കെ പറഞ്ഞു. പിറകിടാൻ വന്നൊരു ചേട്ടത്തി ചോദിച്ചു, ഇയാൾ ഏതാ, കണ്ടിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിൽ ചുമ്മാ ചോദിച്ചതാണ്. നീ ആ യേശുവിനെ അറിയോ? യേശുവിനെ ഞാൻ അറിയേല, ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ യേശുവിൻ്റെ ആളേ അല്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ് അവസാനം മത്തായി സുവിശേഷകന്റെ ഭാഷയിൽ പറഞ്ഞ പത്രോസ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. പത്രോസ് ആരെയാ ശപിച്ചത്? ഈശോ മിശിഹായെ. നോക്കുക പത്രോസിൻ്റെ ദയനീയത. അതും കഴിഞ്ഞേച്ചിട്ടാണ് ഇപ്പം തിബേരിയസ് കടൽ തീരത്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് പത്രോസ് തീരുമാനിച്ചു, എടുത്തു ചാടി ആദ്യമേ നീന്തി അങ്ങ് ചെല്ലുന്ന പാട് ഏതാണേലും കർത്താവിൻ്റെ വായിന്ന് രണ്ട് കേൾക്കും. അത് മറ്റ് ശിഷ്യന്മാർ വരുന്നതിന് മുമ്പ് അങ്ങ് കേട്ട് വെച്ചേക്കുവാണെങ്കിൽ മാനമെങ്കിലും കയ്യിലിരിക്കുമല്ലോ. ഈ ധാരണയിലാണ് ആദ്യത്തെ മാർപ്പാപ്പായുടെ നീന്തൽ. നീന്തി കരക്കി എന്നപ്പോൾ മിശിഹായുടെ ചോദ്യം രണ്ട് പൊരിച്ച അയക്കൂറയാണ് ഇരിക്കുക, വെന്തുകൊണ്ടേ ഇരിക്കുക. പത്രോസിനോട് ഈശോ ചോദിച്ചു, പത്രോസേ നിനക്ക് വിശക്കുന്നില്ലേ? വന്ന് പ്രാതൽ കഴിക്കുക. പാപിക്ക് വേണ്ടി പ്രാതലൊരുക്കുന്ന മനസ്സുള്ളവനാണ് ഉത്ഥാനാനുഭവത്തിലേക്ക് പ്രവേശിച്ചവൻ. മിശിഹാ തമ്പുരാൻ ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്ന, അവനെ ഊട്ടി തൃപ്തനാക്കിയ ശേഷം ചോദിച്ചു, നീ പാപം ചെയ്തല്ലോടാ പത്രോസ് എന്നല്ല പറഞ്ഞ്, നിന്റെ മേൽ പള്ളിയെ പോയിട്ട് ഒരു കുരിശന പോലും ഞാൻ നാട്ടിയേല എന്നല്ല മിശിഹാ പറഞ്ഞത്. അവൻ ചോദിച്ചത് ഒന്നേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്ഥാനാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നാളിതുവരെയുള്ള എല്ലാ തിന്മകൾക്കും ദൈവം ആവശ്യപ്പെടുന്ന പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 വട്ടം തള്ളിപ്പറഞ്ഞവനോട് 3 വട്ടം സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പാപത്തിൻ്റെ ആഴങ്ങളെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് പരിഹരിക്കാനാവുന്ന ഉത്ഥിതൻ്റെ ദൈവനീതിയെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നെങ്കിലും മനസ്സിലാക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. പാപത്തിൻ്റെ ആഴങ്ങൾക്ക് ശരീരപീഡനത്തിൻ്റെ മറുമരുന്നല്ല ഉത്ഥിതൻ നിർദ്ദേശിക്കുക, മറിച്ച് പാപത്തിൻ്റെ ആഴങ്ങളെ പരിഹരിക്കുന്നത് രക്ഷകനോടുള്ള നമ്മുടെ സ്നേഹം ഒന്നു മാത്രമാണ് എന്ന് തിരിച്ചറിയുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷകനായ മിശിഹായെ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ നമ്മൾ ഇതുവരെയും ചിന്തിച്ച കാര്യങ്ങൾ ചിലതൊക്കെ അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയും. ഞാൻ സെമിനാരി പഠിപ്പിക്കുന്ന തൊഴിലെനിക്കുള്ളത് കൊണ്ട് ഏത് കാര്യം അവസാനം ചുരുക്കി പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പഠിപ്പിക്കലിൻ്റെ ശൈലിയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമായിട്ട് കരുതി നിങ്ങളതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള വഴികൾ, തിരുവചനം, പരിശുദ്ധ കൂദാശകൾ, ഇവ ലഭ്യമായ പരിശുദ്ധ സഭ. അവിടെയാണ് ഒരുവന് ഉത്ഥിതനെ തിരിച്ചറിയാൻ കഴിയുക. എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന നിമിഷങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷേ അവയെല്ലാം അവിടുന്ന് അനുവദിക്കുന്നത് ഒരിക്കലും കണക്കുകൾ തെറ്റാത്ത സർവേശ്വരനിലേക്കുള്ള എൻ്റെ വഴികൾ സുഗമമാക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് മഹാത്യാഗത്തിൻ്റെ പീഡാനുഭവമോ മരുഭൂമി സഹനമോ അല്ല,
മറിച്ച് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തതയും അനുസരണവുമാണ്. എൻ്റെ പാപവും എൻ്റെ തെറ്റും എത്ര വലുതുമായിക്കോട്ടെ, അതിനുള്ള പരിഹാരം ഏതേ ഉള്ളൂ? യേശുമിശിഹായെ സ്നേഹിക്കുക എന്നത് മാത്രം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.